ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഈദ് സ്പെഷ്യൽ തയ്യാറാക്കിയാലോ? എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. നമുക്ക് അന്നേരം തുടങ്ങിയാലോ? 2 പഴം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കപ്പലണ്ടിയുടെ തോലൊക്കെ കളഞ്ഞ് അതും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ബൂസ്റ്റും ഹോർലിക്സും അതേപോലെ തന്നെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ഈത്തപ്പഴം, പിന്നെ നമ്മുടെ പഞ്ചസാരയും. ഇത് ഇത്രയും ഞാൻ ചേരുവകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അടിച്ചെടുക്കണേ. നമുക്ക് ജാറെടുത്തിട്ട് അതിലേക്ക് ഈത്തപ്പഴം, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഈത്തപ്പഴം, അതേപോലെ തന്നെ നമ്മുടെ ഹോർലിക്സും പിന്നെ പാൽപ്പൊടിയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടൊന്ന് അരച്ചെടുക്കണ്ട, അതായത് അരഞ്ഞ് പൊടിഞ്ഞു പോകണ്ട. നമുക്ക് കുടിക്കുമ്പോഴത്തേനും ഒരു ക്രിസ്പ്നെസ്സിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസി മതി. പിന്നെ ഞാൻ നല്ല കട്ട പാലെടുത്തിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചിട്ട് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ച് പിന്നെ നമ്മുടെ പഴവും കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറായി. നമ്മുടെ ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പുറത്തോട്ട് ഇറങ്ങിയാൽ അപ്പോഴേ അകത്തേക്ക് കയറി ഫാനിൻ്റെ അടുത്ത് പോയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം മിൽക്ക് ഷേക്ക് റെസിപ്പി ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. ബൈ.